പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിന്റെ 12ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന കർത്താവേ നീ എന്താ കേൾക്കാത്തത്, അങ്ങനെ ശരിക്ക് വേദനിച്ച് കഴിയുന്ന അനേകരുണ്ട്. എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ 10-12 വർഷമൊക്കെ അയച്ച ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ സ്നേഹത്തോട് വഴക്ക് പിടിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ കഴിയുന്ന ഒരുപാട് പേര് ശരിക്കും നല്ല വിശ്വാസികളുണ്ട്. അവരെ സംബന്ധിച്ച് ഉള്ളിൻ്റെ ഉള്ളിലാണ് നിരാശയല്ല കേട്ടോ, ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു വേദനയാണ്, ഒരു കനലാണ്. എന്താ എൻ്റെ ജീവിതത്തിൽ യേശു ഇടപെടാത്തത്? പലരുടെ ജീവിതത്തിൽ യേശു ഇടപെടുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ യേശു ഇടപെടാത്തത്? സഹോദരങ്ങളെ, ശരിക്കും ഇങ്ങനെയുള്ളവരുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മളെല്ലാവരും അറിയുന്ന ഒരു വചനമാണ് അച്ഛൻ്റെ ഓർമ്മയിൽ വന്നത്. അത് സങ്കീർത്തന പുസ്തകം 57-ാം അധ്യായം 2-ാം തിരുവചനം. അവിടെ വചനം എങ്ങനെയാണ്? അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന, നോക്കൂ സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന എൻ്റെ ദൈവമായ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. സഹോദരങ്ങളെ, സംഭവം ശരിയാണ്. ഈ കാര്യത്തിൽ കർത്താവ് ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച സമയത്ത് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ശരി തന്നെ. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ എന്തെങ്കിലും കാര്യത്തിന് ഇത്രയും വർഷത്തിന്റെ ഇടയിൽ കർത്താവ് ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? നമ്മൾ പല കാര്യങ്ങളിലും ഇതെങ്ങനെ നടക്കുന്നൊക്കെ വിചാരിച്ച കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായിട്ട് സഹോദരങ്ങളെ ഇടപെട്ടിട്ടില്ലേ? എന്താ നീ അത് ചിന്തിക്കാത്തത്? അതുകൊണ്ട് നോക്കിയേ, ഈ കാര്യത്തിലും കർത്താവ് സമയത്തിന് ഇടപെട്ടുകൊള്ളു. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുക. കർത്താവെ, എൻ്റെ സമയമല്ല, നിന്റെ സമയം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. ഇത് പറഞ്ഞാൽ മതി. കർത്താവ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചോളാം. കർത്താവായ ഈശോയെ, നിന്റെ മക്കളുടെ വേദനയും കണ്ണുനീരും ഒക്കെ നീ കാണുന്നില്ലേ? അവരുടെ ഉൾക്കണ്ടൊക്കെ നീ കാണുന്നില്ലേ? എന്തെൻ്റെ യേശു ഇടപെടാത്തതിനുള്ള പ്രയാസമൊക്കെ കാണുന്നില്ലേ? ഈശോയെ, ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെടണുണ്ടോ? ഈശോയുടെ അത്ഭുത നാമത്തിൽ ഇന്നർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ ഈ മക്കളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.